ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളുടെ എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3/4 കിലോ ചിക്കനാണ്. അതിലേക്ക് പെപ്പർ പൗഡർ 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കൈ വെച്ച് തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. എല്ലായിടത്തും മസാല എത്തിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കൊരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിക്കുകയാണ്. അതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യണം. ഈ സ്പൈസസ് എല്ലാം ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു അളവിനാണ് നമ്മൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുന്നത്. അത് ഇട്ടതിന് ശേഷം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ 3 മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു വലിയ പച്ചമുളക് 4ആയി കട്ട് ചെയ്തതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, കാശ്മീരി റെഡ് ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, പിന്നെ ഞാനെത്തിക്കുക മല്ലിപ്പൊടി. ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മസാലയുടെ ഒക്കെ ഒരു പച്ചക്കുത്ത് മാറുന്നവരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് സോട്ടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഫ്ലേവറിന്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മീഡിയം സൈസായിട്ടുള്ള തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് തന്നെ തക്കാളി നല്ല കുക്കായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഈ തക്കാളിയും ഉള്ളിയും എല്ലാം നമ്മളുടെ പേസ്റ്റ് പോലെ വഴന്ന് വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് തക്കാളി എല്ലാം കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ മസാല ഇതിലേക്ക് കോട്ടായി വരുന്ന രീതിയിൽ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ടൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ചിക്കൻ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ കുക്കായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു കൈപ്പിടി മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ബോയിലായി വരണം. ലാസ്റ്റ് ഞാൻ ഫ്ലേവറിന് വേണ്ടി കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.